ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധി പാലിക്കാനുള്ള ആദ്യ പടിയായ നാവിനെ നിയന്ത്രിക്കുക എന്ന ഏറ്റവും പ്രയാസമേറിയ സുകൃതത്തെക്കുറിച്ചാണ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ നാം ഒന്ന് വായിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ, ആ വചനം നാം പാലിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നാം ദൈവസ്നേഹം കൊണ്ട് നിറയും. നമ്മുടെ ശരീരത്തെ മുഴുവൻ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ആ വചനം നമുക്കൊന്ന് ശ്രമിക്കാം. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൺ ഇടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവൻ നാം നിയന്ത്രിക്കുകയാണ്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ ചെറിയ ഒരു ചുക്കാൻ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ നാവ് എന്ന അവയവത്തെ നാം നിയന്ത്രിച്ചാൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഈ നാവിലൂടെയാണ് നമ്മളിൽ നിന്ന് എല്ലാ തിന്മകളും കൈമാറുന്നത്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ പറയുകയാണ്, ഇതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ശാമ്പലാക്കുക. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും മനുഷ്യൻ ഇണക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഇവിടെ പറയാണ്, ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുക ഇല്ല. നാം കർത്താവിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നത്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ആ നാവിനെക്കുറിച്ചുള്ള വചനങ്ങൾ ഒന്ന് ധ്യാനിക്കാം. ഈ നാവ് നിയന്ത്രിക്കുമ്പോഴാണ് ദൈവസ്നേഹം കൊണ്ട് നിറയുന്നതും നമ്മുടെ ശരീരം മുഴുവൻ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതും. അതാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്തോസ് 9-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ പറയുന്നത്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതക്കാരാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരം മുഴുവൻ നിയന്ത്രിച്ച് കീഴടക്കുന്നു എന്ന്. നമ്മുടെ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ ആദ്യമേ അതിൽ ഏറ്റവും ചെറിയ അവയവമായ ഈ നാവിനെ നമുക്ക് നിയന്ത്രിക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിൻ്റെയും നിയന്താവ് നാവാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ, ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു, അതിന് 4 ശാഖകളുണ്ട്, നന്മയും തിന്മയും ജീവനും മരണവും. നാവാണ് ഇതിൻ്റെ നിയന്താവ്. മനുഷ്യ മക്കളായ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം നമ്മുടെ ചിന്തയാണ്. ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വേരൂന്നി അതിന് 4 ശാഖകളാണുള്ളത്, നന്മയും തിന്മയും ജീവനും മരണവും. നന്മയാണ് നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മുടെ നാവിലൂടെ നന്മ പ്രവൃത്തികൾ വരും, അവ നമ്മെ ജീവനിലേക്ക് നയിക്കും. അതേസമയം തിന്മയാണ് നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, നമ്മുടെ ചിന്തയിൽ തിന്മയാണെങ്കിൽ അത് ഹൃദയത്തിൽ വേരൂന്നി അതിന് ശാഖയായ മരണത്തിലേക്ക് ഈ നാവിലൂടെ നമ്മെ നയിക്കുന്നു. അതുകൊണ്ട് ഈ നാവിനെ നമുക്ക് നിയന്ത്രിക്കാം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിലകെട്ടത് പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകുമെന്ന്. നമ്മുടെ ഈ നാവിനെ നിയന്ത്രിച്ച് ഈശോയെക്കുറിച്ച് മാത്രം നാം സംസാരിച്ചാൽ, അവിടുത്തെ വചനത്തെക്കുറിച്ച് നാം ധ്യാനിച്ചാൽ, നമ്മുടെ നാവ് കൊണ്ട് നല്ലത് മാത്രം സംസാരിച്ചാൽ നമ്മുടെ നാവ് ഈശോയുടെ നാവ് പോലെ ആയിത്തീരുമെന്ന് ജെറമിയ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരിമാരുടെ അഥവാ സ്ത്രീകളുടെ ഏറ്റവും വലിയ ഒരു ബലഹീനതയാണ് നാവിനെ നിയന്ത്രിക്കാതെ പരദൂഷണം അഥവാ ഏഷണി പറച്ചിൽ.
ഇതാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ 13 മുതലുള്ള തിരുവചനത്തിൽ, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവൻ, സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രബല നഗരങ്ങളെ നശിപ്പിക്കുകയും ഉന്നതന്മാരുടെ ഭവനങ്ങൾ തട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പറയുകയാണ്, നാം പരദൂഷകരാണെങ്കിൽ, ഏഷണിക്കാരനാണെങ്കിൽ കർത്താവ് നമ്മെ വിളിപ്പിക്കുന്നത് ശപിക്കപ്പെട്ടവരെ എന്നാണ്. കാരണം ഇവ മൂലം അനേകരുടെ ബന്ധങ്ങൾ തകർക്കുകയും സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാം നമ്മെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. പരദൂഷണം പറയുന്നവരാണോ നാം? നമ്മുടെ നാവിനെ നാം നിയന്ത്രിക്കുന്നവരാണോ? ഒരു കാര്യം നാം കേട്ടാൽ അത് നമ്മളിൽ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മനുഷ്യ മക്കളായ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രത്യേകതയാണ്, ഒരു കാര്യം നാം കേട്ടാൽ അതിൻ്റെ അകത്ത് നമ്മുടെയും കൂടെ 1-2 വാക്കുകൾ ആഡ് ചെയ്താണ് നാം മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത്. ആ വ്യക്തി അതേ പറഞ്ഞ വാക്കുകളായിരിക്കില്ല നാം പറയുന്നത്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക. കേൾക്കുന്ന കാര്യങ്ങൾ തിന്മയായിട്ടുള്ളതാണെങ്കിൽ, പരദൂഷണം ആണെങ്കിൽ, നാം മറ്റുള്ളവരുടെ അടുത്ത് പറയാതെ നമ്മുടെ നാവിനെ നിയന്ത്രിച്ചാൽ നമുക്ക് വലിയൊരു പുണ്യം ലഭിക്കുകയാണ്. വിശുദ്ധി പാലിക്കാനുള്ള ആ പടിയിലേക്ക് നമ്മൾ ഓരോ സ്റ്റെപ്പും കടന്ന് കയറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തികൾ മറ്റുള്ളവരുടെ കാര്യങ്ങളാകട്ടെ, ഒരുപക്ഷെ മറ്റുള്ളവരുടെ കുറ്റങ്ങളാകട്ടെ നമ്മളോട് പറഞ്ഞാൽ അത് നമ്മളിൽ തന്നെ നാം ഒതുക്കുക. അത് കർത്താവിന് ഒരു പ്രാർത്ഥനയായിട്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവമായ കർത്താവ് അവിടെ പ്രവർത്തിക്കും. ഇവിടെയെല്ലാം പറയുകയാണ്, അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ഇല്ല. ചാട്ട കൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. നമ്മുടെ ഈ ഒരു നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അനേകരുടെ അസ്ഥികൾ തകരുകയും അനേകർ മുറിവേൽക്കുകയും ചെയ്യും. അതുകൊണ്ട് അപവാദം എന്ന ആ പരദൂഷണം എന്ന ആ തിന്മ വേരോടെ നമ്മളിൽ നിന്ന് പിഴുതെറിയുവാനും വിശുദ്ധി പാലിക്കാനുള്ള ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പറയുകയാണ്, വാഴ്ത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിൽ ഏറെയാണ്. അപവാദം ഏൽക്കാത്തവരും അതിൻ്റെ കോപത്തിന് ഇരയാകാത്തവരും അതിൻ്റെ നുകം വഹിക്കാത്തവരും അതിൻ്റെ ചെങ്ങല വീഴാത്തവരും ഭാഗ്യവാന്മാരാണ്. ഇവിടെ എല്ലാം പറയുകയാണ്, അപവാദം ഏൽക്കാത്തവരാരാണ്? ദൈവഭക്തൻ്റെ മേൽ അതിന് അധികാരമില്ല. അവൻ അതിൻ്റെ അഗ്നിയിൽ ദഹിക്കുകയുമില്ല. ഈ അപവാദം അഥവാ പരദൂഷണം എന്ന് പറഞ്ഞാൽ വലിയൊരു തിന്മയാണ്. അതൊരു അഗ്നിയേക്കാളും വലുതാണ്. നമ്മിൽ ദൈവഭക്തി ഉണ്ടെങ്കിൽ നമ്മെ കീഴ്പ്പെടുത്തുവാൻ, നമ്മെ പരാജയപ്പെടുത്താൻ, നമ്മെ മുറിപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. ദൈവഭക്തി വലിയ ഒരു കോട്ടയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് ശ്രമിക്കാം. 28-ാം അധ്യായം 25-ഉം 26-ഉം തിരുവചനത്തിൽ, വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. പറയാണ്, വാക്കുകൾ നമ്മൾ അളന്നു തൂക്കി ഉപയോഗിക്കുക. നമ്മുടെ വായ്ക്ക് ഒരു വാതിലും പൂട്ടും നിർമ്മിച്ചാൽ, ഈ വചനം നമ്മിൽ മാംസമായാൽ, പ്രത്യേകിച്ച് പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം 25-ഉം 26-ഉം വചനം നാം കാണാപ്പാഠം പഠിച്ച് അവ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിച്ച് എല്ലാ ദിവസവും നാം ആ വചനം ആവർത്തിക്കുകയാണെങ്കിൽ, ആ വചനം നമ്മൾ പാലിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിച്ചാൽ, അതായത് നമ്മുടെ നാവിനെ പരിപൂർണമായിട്ട് കൺട്രോൾ ചെയ്താൽ നമുക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും വീഴുകയില്ല. നാവിനെ നിയന്ത്രിക്കുമ്പോഴാണ് കർത്താവിന് നമ്മിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനത്തിൽ പറയുന്നുണ്ട്, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ
ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. ഇവിടെ പറയാണ്, നമ്മൾ ദൈവഭക്തരാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാതിരുന്നാൽ ആ ഭക്തി യഥാർത്ഥത്തിൽ വ്യർത്ഥമാണ്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക്, ഓരോ പുണ്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമുക്ക്, വിശുദ്ധി പാലിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക്, ഈ നമ്മുടെ ചെറിയ അവയവത്തെ നമുക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കാം. എഫെസ്യർക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 12-ാം തിരുവചനം, അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. അതായത് നമ്മൾ പോകുന്ന വഴിക്ക് മറ്റു വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ അവ നാം വീട്ടിൽ വന്ന് ആവർത്തിക്കരുത്. കാരണം മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും ചായ്വ് എപ്പോഴും തിന്മയിലേക്കാണ്. നമുക്കൊന്ന് നമ്മെക്കുറിച്ച് ചിന്തിക്കാം. നമ്മളുടെ ഹൃദയത്തിൽ ഒരു തിന്മയായിട്ടുള്ള കാര്യങ്ങളാണോ പതിയുന്നത്, അതോ നന്മയായിട്ടുള്ള കാര്യങ്ങളാണോ? നന്മയേക്കാൾ ഉപരി തിന്മ നമ്മുടെ ഹൃദയത്തിൽ പതിയും. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം അധ്യായം 5 മുതലുള്ള തിരുവചനത്തിൽ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഇവിടെ പറയുകയാണ്, നമ്മുടെ എല്ലാവരുടെയും ആ ചിന്തയും ഭാവനയും എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മുടെ ആദിമാതാപിതാക്കന്മാരിൽ നിന്ന് വന്ന അനുസരണക്കേട് എല്ലാ മക്കളിലേക്കും തലമുറയായി കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ജന്മപാപം. റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള തിരുവചനത്തിൽ, ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. നമ്മുടെ ആദി മാതാപിതാക്കന്മാരിൽ നിന്ന് അവർ അനുസരണക്കേട് മൂലം പാപവും ആ പാപം മറ്റു തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. പറയാണ്, ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ആദം പാപം ചെയ്ത് തലമുറകളിലൂടെ നമ്മളിലൂടെ കൈമാറിയെങ്കിൽ രണ്ടാമത്തെ ആദമായ ക്രിസ്തു പാപമില്ലാതെ ആ കൃപാവരം നമുക്ക് തന്നുകൊണ്ട് നിത്യജീവനിലേക്ക് നമ്മളെ ആനയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പാപകരമായ നമ്മുടെ ശരീരത്തിൽ നിന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ഉം 5-ഉം തിരുവചനത്തിൽ പറയുന്നത് പോലെ, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധിക്കുകയില്ല. ഈ ജലവചനത്താലും ആത്മാവിനാലും നാം വീണ്ടും ജനിക്കുന്നതിലൂടെ, ആ വചനം നമ്മൾ അനുസരിക്കുന്നതിലൂടെ പാപകരമായ ഈ നമ്മുടെ മർത്യ ശരീരത്തിൽ നിന്ന് തൻ്റെ മഹത്വമുള്ള ശരീരത്തിലേക്ക് ഓരോ ദിവസവും നമുക്ക് രൂപാന്തരപ്പെടുവാൻ സാധിക്കും. അതാണ് 2 കൊറിന്തോസ് 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ദൈവവചനം പാലിക്കുന്നത് വഴി, ദൈവവചനം സ്വീകരിക്കുന്നത് വഴി ഓരോ ദിവസവും നമ്മുടെ ഈ പാപകരമായ ശരീരത്തിൽ നിന്ന് മഹത്വമുള്ള ശരീരം പോലെ ഓരോ ദിവസവും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുന്നത്, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും കർത്താവിലേക്ക് വരുന്നത് വഴി, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നത് വഴി നമ്മുടെ ശരീരം ഓരോ ദിവസവും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. സങ്കീർത്തകൻ്റെ പുസ്തകത്തിലെല്ലാം നാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. 52-ാം സങ്കീർത്തനവും 58-ാം സങ്കീർത്തനവും 64-ാം സങ്കീർത്തനത്തിലെല്ലാം പറയുന്നുണ്ട്, നമ്മുടെ നാവിൻ്റെ അടിയിൽ അണലിയുടെ വിഷമാണിരിക്കുന്നത്. സർപ്പത്തിൻ്റെ നാവ് പോലെ നമ്മുടെ നാവ് മൂർച്ചയുള്ള വാളാണെന്നെല്ലാം പറയുകയാണ്. പിന്നെ പറയുന്നുണ്ട്, വഞ്ചന നിറഞ്ഞ നാവേ
വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം? നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ നാവ് വഞ്ചന നിറഞ്ഞ നാവാണോ? നമ്മുടെ അധരങ്ങളുടെ അടിയിൽ അണലിയുടെ വിഷമാണോ ഇരിക്കുന്നത്? നമ്മുടെ ഒരു സംസാരം മൂലം എത്രയോ മനുഷ്യർ വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാം. അണലിയുടെ വിഷമാകാതെ നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട് അനേകരെ സൗഖ്യപ്പെടുത്താൻ സാധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറയാണ്, മനുഷ്യൻ്റെ വാക്കുകൾ അഗാധമായ ജലാശയമാണ്, ജ്ഞാനത്തിൻ്റെ ഉറവ പാഞ്ഞൊഴുകുന്ന അരുവിയും. നാം മുമ്പേ കണ്ടു, നമ്മുടെ നാവ് സർപ്പത്തിൻ്റെ നാവ് പോലെ വിഷമുള്ളതാണെന്നും നമ്മുടെ അധരങ്ങളിൽ വലിയ അണലിയുടെ വിഷം നിറഞ്ഞിരിക്കുന്നു നാം കണ്ടു. ഇവിടെ പറയാണ്, മനുഷ്യൻ്റെ വാക്കുകൾ അഗാധമായ ജലാശയം പോലെയാണ്, ജ്ഞാനത്തിൻ്റെ ഉറവ പാഞ്ഞൊഴുകുന്ന അരുവി പോലെയും. അപ്പം ഒരേ നാവ് കൊണ്ട് നമുക്ക് ഒന്നുകിൽ സർപ്പത്തിനേക്കാളിലും അണലിയേക്കാളിലും വിഷമുള്ള ഒരു നാവാക്കി നമ്മുടെ നാവിനെ നമുക്ക് മാറ്റിയെടുക്കാം. അല്ല എങ്കിൽ മനുഷ്യൻ്റെ വാക്കുകൾ അഗാധമായ ജലാശയമാണ്, വലിയൊരു നീർച്ചാലായിട്ട് ആ വിശുദ്ധിയുടെ ഒരു ഉറവിടമാക്കി നമുക്ക് മാറ്റാം നമ്മുടെ നാവിനെ. സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മുടെ നാവ് കർത്താവിൻ്റെ നാവായി മാറിയാൽ 45-ാം സങ്കീർത്തനം 1-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഉദാത്തമായ ആശയം തുടിക്കുന്നു, തയ്യാറാക്കിയിരിക്കുന്ന എഴുത്തുകാരൻ്റെ തൂലികയ്ക്ക് തുല്യമാണ് നമ്മുടെ നാവ്. പറയാണ്, തയ്യാറാക്കിയിരിക്കുന്ന എഴുത്തുകാരൻ്റെ തൂലികയ്ക്ക് തുല്യമാണ് നമ്മുടെ നാവ്. അപ്പം അത് എപ്പോഴും എഴുതാൻ റെഡിയാണ്. ഇതുപോലെ ഈശോയുമായി നാം ഒന്നായി തീർന്നാൽ കർത്താവ് സംസാരിക്കുന്നത് നമ്മിലൂടെയാണ്. കർത്താവ് സംസാരിക്കുന്നത് കർത്താവിൻ്റെ പ്രവാചകന്മാരിലൂടെയാണ്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനത്തിൽ പറയണം, ദൈവമായ കർത്താവ് സംസാരിച്ചു, ആർക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയും? അപ്പം ഈ പ്രവചനവരം വരുന്നത് നമ്മുടെ നാവിലൂടെയാണ്. ഈ നാവിനെ നാം വിശുദ്ധി പാലിച്ചാൽ, നാവിനെ നാം നിയന്ത്രിച്ചാൽ, ദൈവമായ കർത്താവ് സംസാരിക്കുമ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന എഴുത്തുകാരൻ്റെ തൂലികയേക്കാൾ ഏറ്റവും ശക്തമായിട്ട് നമുക്കും സംസാരിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. കാരണം കർത്താവിൻ്റെ നാവായിട്ട് നമ്മുടെ നാവ് മാറി. മനുഷ്യരായ നമ്മുടെ മുമ്പിൽ കർത്താവ് 2 വഴികൾ വച്ചിട്ടുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനത്തിൽ, ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. ദൈവമായ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം നൽകി. എന്നിട്ട് പറയാണ്, മകനെ, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ജീവനും മരണവും നിൻ്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് നിനക്കെടുക്കാമെന്ന്. ദൈവമായ കർത്താവ് നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം തന്നു. അതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള തിരുവചനത്തിൽ ആദി മാതാപിതാക്കന്മാരെ ആ ഏദൻ തോട്ടത്തിൽ എല്ലാ സ്വാതന്ത്ര്യവും നൽകി. ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യവും നൽകി. അവരോട് ഒരു കാര്യം മാത്രം പറഞ്ഞു, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നുകയോ തൊടുകയോ പോലും ചെയ്യരുതെന്ന്. പിശാച് സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് ഹവ്വായുമായി സംസാരിച്ചപ്പോൾ ആ ഹവ്വ ആൻസർ കൊടുക്കാൻ പോയത് കൊണ്ടാണ് അവൾ അവിടെ വീണു പോയത്. അതേസമയം നാവിനെ നിയന്ത്രിച്ചിരുന്നെങ്കിലോ സംസാരിക്കാൻ പോകാതിരുന്നെങ്കിലോ അവിടെ വീണു പോവുകയില്ലായിരുന്നു. ഇതുപോലെയാണ് നമ്മുടെയും ജീവിതത്തിൽ. ഇന്ന് ലോകം മുഴുവൻ നമ്മുടെ ഈ കൈ വിരളിലുണ്ട്. ഇതെടുത്ത് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം, പാപത്തിൻ്റെതായ എല്ലാ സാഹചര്യങ്ങളിലേക്കും പോകാം. അതുകൊണ്ട് നമ്മൾ ഒന്ന് ചിന്തിക്കുക, ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നു, നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഭാഷകൻ നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് 5-ാം അധ്യായത്തിൽ 9 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപടഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് ഇതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക, നിൻ്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. ഇവിടെ പറയാണ്, നമ്മുടെ വാക്കുകളിൽ പൊരുത്തക്കേട് വരരുത്.
കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായ തുറക്കരുത്. പ്രഭാഷകൻ നമ്മോട് പറയാണ്, അറിയാമെങ്കിൽ മാത്രമേ നാം പറയാവൂ, ഇല്ലെങ്കിൽ വായ തുറക്കരുത്. കേൾക്കുന്നതിൽ ജാഗരൂകത, മറ്റുള്ളവരെ നമ്മൾ കേൾക്കാൻ തയ്യാറാകുക. മറുപടി പറയുന്നതിൽ സാവധാനവും നമ്മൾ കാട്ടണം. മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു. നമ്മുടെ വീഴ്ചയ്ക്ക് പലപ്പോഴും വഴിതെളിക്കുന്നത് ഈ നാവാണ്. അതുകൊണ്ട് നാവിനെ നമ്മൾ കർശനമായിട്ട് നിയന്ത്രിക്കണം. ഏഷ്ണിക്കാരെന്ന് പേര് കേൾപ്പിക്കരുത്. നാവുകൊണ്ട് കെണി വയ്ക്കുകയും അരുത്. കള്ളന് അവമതിയും കപടഭാഷയ്ക്കു രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാകുന്നത് പകരം ശത്രുവാകരുത്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് മോശമായി പറയുമ്പോൾ നമ്മുടെ നാവിനെ അടക്കി വെച്ച് സംസാരിക്കാതിരുന്നാൽ ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരിയേറെ പടയൊരുക്കങ്ങളുണ്ടാകും. നമ്മുടെ നാവിനെ നമ്മൾ കൺട്രോൾ ചെയ്താൽ ഈ നമ്മുടെ ഹൃദയത്തിലെ പടയൊരുക്കത്തെ പിന്നീട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ ഓരോരോ തിന്മകൾ വളരെ കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയും. അതാണ് യാക്കോബ് ശ്ലീഹ നമ്മളോട് പറയുന്ന വിശുദ്ധി പാലിക്കാനുള്ള ഏറ്റവും വലിയ ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇവിടെ പ്രഭാഷകൻ നമ്മോട് പറയുകയാണ്, 22-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ, എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവുകൊണ്ട് നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ദൈവമേ നീ പതിപ്പിക്കണമേ എന്ന് നാം കേട്ടു. നമ്മുടെ ഈ നാവ് കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ വെറുപ്പിക്കാൻ സാധിക്കും. അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ഒന്നിപ്പിക്കാനും നമ്മുടെ നാവ് കൊണ്ട് സാധിക്കും. നമ്മൾ കുറച്ച് ദേഷ്യത്തോടെ സംസാരിച്ചാൽ ബന്ധങ്ങൾ അവസാനിക്കും. അതേസമയം സ്നേഹത്തോടെ നമ്മുടെ നാവ് കൊണ്ട് സംസാരിച്ചാൽ അവിടെ മുറിവുകൾ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രഭാഷകൻ്റെ പുസ്തകം 18-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ, മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയുറ്റ സമ്മാനത്തെ അതിശയിക്കുന്നു. കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നത് പോലെ നമ്മുടെ നല്ല വാക്കുകൾ ആ വലിയ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നു. വലിയ സമ്മാനത്തെക്കാളും വിശിഷ്ടമായ ദാനത്തെക്കാളും വലുതാണ് നമ്മുടെ ഈ നല്ല വാക്ക്. അതുകൊണ്ട് നമുക്കും നല്ല വാക്കുകൾ ഉപയോഗിക്കാം. ദൈവവചനത്തിൻ്റെ സഹായമില്ലാതെ നമുക്കാർക്കും ഇത് സാധിക്കുകയില്ല. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് മറ്റുള്ളവരെല്ലാം നമ്മളെക്കുറിച്ച് മോശമായി പറയുമ്പോഴും തിരിച്ച് ദൈവസ്നേഹം അവരിലേക്ക് ഒഴുക്കാൻ ആ ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയണം. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചുകൊണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്യം അഥവാ ദൈവസ്നേഹം നിറഞ്ഞിരിക്കുന്ന ഒരു സുവിശേഷമാണ്. അവ വായിക്കുന്നതിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുകയും ആരെല്ലാം നമ്മളെക്കുറിച്ച് വ്യാജമായിട്ടും വ്യാജമല്ലാതെയും നമ്മെക്കുറിച്ച് സംസാരിച്ചാലും അതൊന്നും നമ്മെ ഏശുകയില്ല. ദൈവഭക്തിയിൽ നാം അനുദിനം വർദ്ധിച്ചു വളരുന്നത് വഴി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതിനു വേണ്ടി ശ്രമിക്കാം. ജോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ പറയുന്ന പോലെ, ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്, തിന്മയിൽ നിന്ന് അകന്നിരിക്കുന്നതാണ് വിവേകം. അപ്പം വിവേകം എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യാനുള്ള സാഹചര്യത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴാണ് ആ വിവേകം എന്ന ആ പുണ്യം നമുക്ക് ലഭിക്കുന്ന. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ് വിവേകം. വിവേകത്തിൻ്റെ മുദ്ര നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടെങ്കിൽ ആവശ്യമില്ലാതെ നാവിനെ നാം പുറത്തെടുക്കുകയില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ നാവ് കൊണ്ട് പറയുകയില്ല. ഒരു കാര്യം നമ്മൾ കേട്ടാൽ അത് മറ്റുള്ളവരുടെ അടുത്ത് പോയി ആവർത്തിക്കത്തില്ല. നാം നാവിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ മാത്രമേ
രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രഭാഷകൻ നമ്മെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 19 അധ്യായം 4 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. വ്യർത്ഥ ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. മറ്റുള്ളവരെ പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കാതിരുന്നാൽ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. അപ്പം തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഏക മാർഗം, ഒരു കുറുക്ക് വഴിയാണ് നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്, നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. മനുഷ്യമക്കളായ നമ്മുടെ ഏറ്റവും വലിയ ബലഹീനതയാണ് ഒരു കാര്യം കേട്ടാൽ നമ്മളൊന്നെങ്കിൽ മിത്രത്തോട് പറയും, അല്ലെങ്കിൽ ശത്രുവിനോടത് വെല്ലുവിളിക്കും, ശത്രുവിനോട് പറയും. അതുകൊണ്ട് മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. പാപം ആവുകയില്ലെങ്കിൽ അത് വെളിപ്പെടുത്തുകയും അരുത്. കേൾക്കുന്നവന് നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും, ക്രമേണ അവൻ നിന്നെ വെറുക്കും. കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ, ധൈര്യമായിരിക്കുക, നീ പൊട്ടിത്തെറിക്കുകയില്ല. ഒരു വ്യക്തി ഒരു കാര്യം നമ്മളോട് പറഞ്ഞ് അത് പുറത്ത് ആരോടും പറയാതെ ഇരുന്നാൽ, അത് നമ്മോടൊപ്പം മരിച്ചാൽ, എന്തെല്ലാം സംഭവിച്ചാലും നമ്മൾ പൊട്ടിത്തെറിക്കേണ്ടി വരികയില്ല. രഹസ്യം കേട്ട വിട്ടി പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കും. തുടയിൽ തുളഞ്ഞു കയറിയ അസ്ത്രം പോലെയാണ് ഭോഷൻ്റെ ഉള്ളിൽ രഹസ്യം. തുടയിൽ തുളഞ്ഞു കയറിയ അസ്ത്രം എപ്പോഴും അത് പുറത്തെടുക്കും. ഇതുപോലെയാണ് ഭോഷൻ്റെ ഉള്ളിൽ രഹസ്യം. കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക. ആർക്കും തെറ്റുപറ്റാം. നാവുകൊണ്ട് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് അവനുമായി സംസാരിക്കുക. അത്യുന്നതൻ്റെ നിയമം നിറവേറ്റുവാൻ ഇടം നൽകുക. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 13 അധ്യായം 11 വചനത്തിൽ രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കുക, നീ സഞ്ചരിക്കുമ്പോൾ നിൻ്റെ നാശവും കൂടെയുണ്ട്. ഈ നാവിനെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കുമ്പസാരം എന്ന കൂദാശയുടെ ഏറ്റവും വലിയ മഹനീയത, നമ്മൾ കുമ്പസാരത്തിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവിൻ്റെ അടുത്ത് നാം പറയുകയാണ്. അതുകൊണ്ട് ഓരോ കുമ്പസാരത്തിലൂടെയും ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. കുമ്പസാരത്തെ ഏറ്റവും വലിയ രഹസ്യമായിട്ടാണ് സഭ കാണുന്നത്. ഇതുപോലെ നമ്മളിലും ഒരു കേട്ട കാര്യം നമ്മോടൊത്ത് മരിച്ചാൽ അത് വലിയൊരു സേഫായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നമുക്ക് നാവിനെ നിയന്ത്രിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാവിനെ നിയന്ത്രിക്കാനുള്ള കൃപ തന്ന് ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനം 3 അധ്യായം നമുക്ക് ആവർത്തിച്ച് വായിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.